ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സരസ്വതി അമ്മ നൈസായിട്ട് യുഎസിലേക്ക് പോകുമ്പോൾ നീ എന്നെയും കൂടെ കൂട്ടോ എന്ന് ചോദിച്ചു. ഞാൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് തിരക്കിലൊക്കെ ആയിരിക്കും, അമ്മ അവിടെ തനിച്ചായി പോകും, എനിക്ക് അമ്മയെ ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നിനക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ നീ അതൊന്ന് പറഞ്ഞാൽ പോരെന്ന് ചോദിച്ചു. നിന്നെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. നീ എൻ്റെ കൂടെ ഉണ്ടാകുമെന്നാ കരുതിയത് എന്നൊക്കെ പറഞ്ഞപ്പം അമ്മയുടെ പഴയ സ്വഭാവം പുറത്തെടുത്തു. സുമിത്രയുടെ മെക്കിട്ട് കയറാൻ ചെന്നു. അപ്പോൾ അവൾ അതിന് പ്രതികരിച്ചു. അമ്മ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരു കുഴപ്പവും വരാതെ അമ്മ അവൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ സുമിത്ര തന്റെ തനി സ്വഭാവം എടുക്കും, എന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും എന്നൊക്കെ സരസ്വതി അമ്മ ഇങ്ങനെ പറയാം. സുമിത്ര ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി നീ അങ്ങനെ പറയുന്നല്ലേ എന്ന് ചോദിച്ചു സരസ്വതി അമ്മ. അങ്ങനെയൊന്നും ഇല്ല അമ്മേ, ഞാൻ പോകുന്നതിന് മുൻപ് സുമിത്രയുമായി ഈ കാര്യം സംസാരിക്കാം, അമ്മ ധൈര്യമായിട്ടിരിക്കാൻ സിദ്ധു ഇങ്ങനെ പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ അങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് സിദ്ധു അവിടെ നിന്നങ്ങ് പോയി. എന്തായാലും ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ കാണിക്കുന്ന സുമിത്രയാട്ടോ. സുമിത്രയുടെ എല്ലാം തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൊച്ചോടി വന്നിട്ട് ചോദിച്ചു, അച്ഛമ്മേ ഡാഡി എവിടെയെന്ന് ചോദിച്ചു. അപ്പം മോളുടെ മമ്മിയുടെ വീട്ടിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്തിനാ അവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ മോളുടെ മമ്മിയെ കൂട്ടിക്കൊണ്ട് വരാനാണെന്ന് പറഞ്ഞു. സത്യമാണോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ സത്യമല്ലാതെ മോളുടെ മമ്മിയെയും കൂട്ടി ഡാഡി ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് വരും കേട്ടോ എന്ന്. അപ്പൊ ഇപ്പൊ സന്തോഷമായില്ലേ എന്ന് ചോദിച്ചപ്പോൾ സന്തോഷമായെന്നും പറഞ്ഞു. അപ്പൊ എന്തായാലും പോകുന്നതിന് മുൻപ് സിദ്ധുവിന്റെ ആ ഒരു ആവശ്യം സുമിത്രയുടെ മുന്നിൽ സിദ്ധു പറയാനായിട്ട് തന്നെ ഇരിക്കുക. അതായത് സരസ്വതി അമ്മയെ നോക്കണം എന്നുള്ളത് എൻ്റെ അവസാനത്തെ ആഗ്രഹമായിട്ട്. അങ്ങനെ ആ ഒരു ഇതെല്ലാം കേട്ട് കൊച്ചവിടെ നിന്ന് ഓടി അങ്ങ് പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിരുദ്ധ നേരെ അനന്യയുടെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്ന് ഇങ്ങനെ മൊത്തത്തിൽ നോക്കുന്നു. അപ്പോഴേക്ക് അനന്യ ഇറങ്ങി വന്നു. ഇഷ്ടമല്ലാത്ത രീതിയിൽ തന്നെ മേപ്പോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക. അനിരുദ്ധ അനന്യയെ കണ്ടു. ഇങ്ങനെ കുറെ നേരം അനന്യയെ നോക്കി നിന്നു. അനന്യയാണെങ്കിൽ അനിരുദ്ധന്റെ മുഖത്ത് പോലും നോക്കുന്നില്ലേ, ഇങ്ങനെ എങ്ങോട്ടോ നോക്കി ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അനന്യ എന്നും പറഞ്ഞ് അനിരുദ്ധ വിളിച്ചു. അനന്യ, നീ എന്നോട് ക്ഷമിക്കണം എന്ന് അനിരുദ്ധ പറയണു. വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തിയായിരുന്നു ഞാൻ നിന്നോട് കാണിച്ചത്. അപ്പോൾ അറിവില്ലാതെ പറ്റിപ്പോയതാ, അതൊക്കെ തെറ്റായി പോയി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയണം. നിന്റെ അച്ഛനും അമ്മയും കാണിച്ച തെറ്റിന് ഞാൻ നിന്നോട് വിരോധം കാണിക്കാൻ പാടില്ലായിരുന്നു എന്ന് അനന്യയോട് അനിരുദ്ധ പറഞ്ഞു. ഡിവോഴ്സിനെ കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിക്കാൻ പോലും പാടില്ലായിരുന്നു, നിന്നെ കൂടാതെ ഇവിടെ നിന്ന് പോകരുതായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും അനന്യയ്ക്ക് ഒരു കൂസലും ഇല്ലാതെ നിൽക്കുക. പെട്ടെന്നാണ് പ്രേമയും വിശ്വനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അനന്യ പ്ലീസ്, ഞാൻ നിന്നെ വിഷമിപ്പിച്ചതിനൊക്കെ മാപ്പ് ചോദിക്കുകയാണ്, നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞാൻ വന്നത്, നീ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞപ്പോഴേക്കും നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് ഇതൊക്കെ കേട്ടിട്ട് വന്ന് നമ്മുടെ പ്രേമ ചോദിക്കുക. എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് നടത്തണമെന്നുള്ള മട്ടിലായിരുന്നല്ലോ നിന്റെ ഇവിടെ നിന്നുള്ള പോക്കെന്ന് പറഞ്ഞപ്പോൾ പ്രേമ നീ നിർത്ത്, അവർ തമ്മിൽ സംസാരിക്കട്ടെ എന്ന് വിശ്വം പറഞ്ഞു. അപ്പൊ എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് അനന്യ അവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അനിരുദ്ധിനോട് പറയാം. അനന്യ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കാൻ പറഞ്ഞു. നിങ്ങൾ അന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ നിങ്ങളെക്കുറിച്ചും സ്വരമോളെ കുറിച്ചും ഓർത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചതാ. പക്ഷേ അതൊക്കെ വെറുതെ ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അന്ന് ആ സങ്കടം കാണാനോ എന്നെക്കുറിച്ച് ചിന്തിക്കാനോ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ, തോന്നിയോന്ന് ചോദിച്ചു. ഇപ്പോ എന്റെ ആ വിഷമമൊക്കെ ഞാനായിട്ട് അങ്ങ് സ്വയം അകറ്റി. ഇനി എനിക്ക് ഓരോ വിഷമവും ഇല്ല. പ്രേമയ്ക്ക് അന്നേരം സന്തോഷമായി മോൾ ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും. ഇപ്പൊ എനിക്ക് ആരോടും പരിഭവമില്ല, പരാതിയില്ല, ഒന്നുമില്ല. എൻ്റെ മുന്നിൽ ആരുമില്ല, ഞാൻ ആരുടെയും പിന്നാലെ വരുന്നതുമില്ല. അതുകൊണ്ട് തന്നെ എന്നെ ശല്യം ചെയ്യരുത്, എനിക്ക് അനിരുദ്ധിന്റെ കൂടെ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ ആരെയും ശല്യപ്പെടുത്താൻ വരാത്തിടത്തോളം എന്നെയും ആരും ശല്യപ്പെടുത്താനായിട്ട് വരരുത് എന്ന് അനിരുദ്ധിനോട് പറയുമ്പം, മോളെ അനിരുദ്ധ അവന്റെ തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വരുമ്പം നീ ഇങ്ങനെയാണോ അനിരുദ്ധിനോട് പെരുമാറേണ്ടതെന്ന് ചോദിച്ചു അച്ഛൻ. പിന്നെ ഞാൻ എങ്ങനെയാ പെരുമാറേണ്ടത്? അപ്പൊ അവൾക്ക് പറയാനുള്ളത് അവൾ പറയട്ടെ എന്ന് പ്രേമ. നിങ്ങൾ ഇതിൽ കയറി ഒന്നും ഇടപെടാൻ നിൽക്കണ്ടെന്ന് പ്രേമയും പറഞ്ഞു. അനന്യ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇത് എൻ്റെ ലൈഫാ, ഇതിൽ ആരും അഭിപ്രായം പറയാൻ വരണ്ട എന്ന് അനന്യ പറയുവാണ്. ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ ലൈഫ് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണെന്നൊക്കെ അനിരുദ്ധൊന്നും പ്രതികരിക്കുന്നില്ല. അന്യ അരുതാത്തത് സംഭവിച്ചു പോയി. നിനക്കതൊക്കെ ഒന്ന് മറന്നുകൂടെ എന്ന് ചോദിച്ചപ്പം, ഈ ചോദ്യം ഞാനും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, അന്ന് മറക്കാൻ നിങ്ങൾ തയ്യാറായിരുന്നില്ലല്ലോ. ഉവ്വോ, ഇപ്പൊ എന്തു പറ്റി ഇങ്ങനെ ഒരു മനമാറ്റത്തിന്? നിങ്ങളായിട്ട് സ്വയം മാറിയതല്ലെന്ന് എനിക്കറിയാം. എന്നെ ഡിവോഴ്സ് ചെയ്യാനുള്ള ആ ഒരു ആവേശമൊക്കെ എങ്ങനെയാ പെട്ടെന്ന് കെട്ടടങ്ങിയത്? ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് എൻ്റെ അമ്മ എന്നെ ഉപദേശിച്ചു. ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ അത് ചെയ്യരുതെന്ന് എൻ്റെ അമ്മ എന്നെ ശാസിച്ചു. ഓ, അപ്പൊ അമ്മയുടെ ഉപദേശപ്രകാരമാണ് അമ്മോൻ വന്നിരിക്കുന്നത് അല്ലേ? അല്ലാതെ സ്വയം ഉണ്ടായ മനമാറ്റമൊന്നും അല്ല, അങ്ങനെ മാറി വന്നതല്ലല്ലേ എന്നൊക്കെ ഈ അനന്യ ചോദിക്കുവാണേ. അമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞത്. അമ്മ പറഞ്ഞാൽ എന്തും അനുസരിക്കും അല്ലേ? അല്ലാതെ എൻ്റെ കണ്ണുനീരിന് ഒരു വിലയും നിങ്ങൾ തന്നിട്ടില്ലല്ലേ?
അതുകൊണ്ടാണ് നിങ്ങൾ വന്നത്. അതേതായാലും കൊള്ളാമല്ലോ. അല്ല, അമ്മ ഇപ്പൊ പറയുന്നു എന്നെ സ്വീകരിക്കാൻ, നാളെ എന്നെ ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഉപേക്ഷിക്കോ? അതുപോലെ തന്നെയാ എനിക്ക് എൻ്റെ അച്ഛനും, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ വലുതായതുപോലെ തന്നെയാ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും. അതുകൊണ്ടാ നിങ്ങൾ കണക്കിലധികം ഇവര് ശകാരിച്ചപ്പോ ഞാൻ അവർക്ക് വേണ്ടി വാദിച്ചത്. മനസ്സിലായോ? അത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിരുന്നില്ലല്ലോ. അതുകൊണ്ടാണല്ലോ എന്നെ ഉപേക്ഷിച്ച് നിങ്ങൾ ഇവിടെ നിന്ന് പോകാൻ വരെ തയ്യാറായത്. ഇനി നിങ്ങൾ എന്നെ ശല്യം ചെയ്യാൻ വരരുത് അനിരുദ്ധ്. ഇനി നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ കൂടെ അങ്ങ് ജീവിച്ചാൽ മതി. എന്നെ വെറുതെ വിട്ടേക്ക്. ഇനി ഇതിൽ കൂടുതലൊന്നും എനിക്ക് അനിരുദ്ധിനോട് പറയാനില്ല. നിങ്ങൾക്ക് പോകാമെന്നും പറഞ്ഞ് അനന്യ അകത്തേക്ക് കയറി പോയി. അനിരുദ്ധ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു. വിശ്വനും വിഷമിച്ച് നിൽക്കുന്നു. പ്രേമ മാത്രം വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു, ഒരു പുച്ഛഭാവത്തോടെ. കണ്ടോടാ എന്നുള്ളൊരു മട്ടില്. അനിരുദ്ധ് ഒന്നും മിണ്ടിയില്ല. അനിരുദ്ധ് അവിടെ നിന്ന് അങ്ങ് പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് സുമിത്രയും കൊച്ചും കൂടെ അവിടെ ഇരിക്കുന്നു. അപ്പൊ ഈ കൊച്ചു ചോദിക്കുന്നുണ്ട്, അച്ഛമ്മേ അവരെന്താ ഇത്രയും സമയമായിട്ടും വരാത്തതെന്ന്. അപ്പൊ അവര് വരും മോളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അച്ഛമ്മയും മോളെ പോലെ അവരെ കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അനിരുദ്ധ് കയറി വരുന്നത്. അപ്പൊ ഇങ്ങനെ പുറത്തേക്ക് നോക്കി അനിരുദ്ധിനെ കണ്ടതും കൊച്ച്, എവിടെ മമ്മി ഡാഡി എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സരസ്വതി അമ്മയും ശീതളും ഒക്കെ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുക. അനിരുദ്ധിന്റെ മുഖം വാടിയിരിക്കുന്നു. അനന്യ എവിടെയെന്ന് സുമിത്രയും ചോദിച്ചേ. ഒന്നും മിണ്ടുന്നില്ല. അവളെന്താ നിന്റെ കൂടെ വന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴും അനിരുദ്ധ് ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ മമ്മി എന്താ വരാത്തതെന്നും ചോദിച്ചുകൊണ്ട് സ്വരമോള് ഭയങ്കര കരച്ചില്ല. എനിക്ക് മമ്മിയെ കാണണം എന്നും പറഞ്ഞുകൊണ്ടാണ് കുഞ്ഞു കിടന്ന് കരയുന്നത്. അപ്പോഴേക്കും ശീതളൊക്കെ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുക. പെട്ടെന്ന് മോള് കരയാതെ എന്താന്ന് ചോദിക്കട്ടെ, അച്ഛമ്മ പോയി മമ്മിയെ കൂട്ടിക്കൊണ്ട് വരാട്ടോ എന്ന് പറഞ്ഞു. ഉറപ്പായിട്ടും വരുമോന്ന് ചോദിച്ചപ്പം വരാം, മോൾ അകത്തേക്ക് ചെല്ലുക കേട്ടോ എന്ന് പറഞ്ഞ് സ്വരയെ അകത്തേക്ക് പറഞ്ഞു വിട്ടു. അതിനുശേഷം അനിരുദ്ധിനോട് ചോദിക്കുകയാണ്. അപ്പൊ അനിരുദ്ധ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. എത്ര പറഞ്ഞിട്ടും അവളെ കേൾക്കുന്നില്ല, അവൾ വരാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ള കാര്യം. എന്തോ വാശി പോലെയാണ് അവൾ എന്നോട് പെരുമാറിയതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും സരസ്വതി അമ്മയൊക്കെ അങ്ങോട്ടേക്ക് വന്നു എരുതിയിൽ എണ്ണ ഒഴിക്കാൻ. എടാ പിന്നെ വാശി കാണില്ല എടാ, ഒരു കാരണവും ഇല്ലാതെയല്ലേ നീ അവളെ ഡിവോഴ്സ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞത്. പറഞ്ഞു എന്ന് വെച്ച് അതിന് ഡിവോഴ്സ് നോട്ടീസ് ഒന്നും അയച്ചില്ലല്ലോ എന്ന് സുമിത്ര അന്നേരം പറഞ്ഞു. അവളുടെ അമ്മ തന്നെയാ പ്രശ്നം എന്നുള്ള കാര്യം അന്നേരം പറയാ അനിരുദ്ധ്. അവരാണ് കൂടുതൽ സംസാരിച്ചത്. അവസാനം എന്നെ അപമാനിച്ചാണ് ഇറക്കി വിട്ടതെന്നൊക്കെ പറഞ്ഞപ്പോ നിന്റെ അമ്മ നിനക്ക് വേണ്ടിയല്ലേ സംസാരിക്കുന്നേ? അവളുടെ അമ്മ അവൾക്ക് വേണ്ടി സംസാരിച്ചു, അതിലെത്ര തെറ്റു പറയാൻ എന്താണെന്ന് സരസ്വതി അമ്മ ചോദിച്ചപ്പം എന്റെ അമ്മയെയും അവരെയും തമ്മിൽ ഒന്നിക്കാൻ നിൽക്കണ്ട അച്ഛമ്മാന്നും. പോട്ടെ അമ്മേ, അതൊക്കെ വിട്ടേക്കാനും അനിരുദ്ധ് പറയുവാണേ. അമ്മ ഇനി അവരുടെ കാല് പിടിക്കാനൊന്നും പോവണ്ടെന്ന് പറഞ്ഞപ്പോ മോനെ, ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ സ്വരമോളുടെ കൂടെ നീയും അനന്യയും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിച്ചിരിക്കും. അതിന് യാതൊരു സംശയമില്ല എന്നുള്ള കാര്യം പറയാം. അനന്യയെ ഞാൻ ഈ വീട്ടിൽ എത്തിച്ചിരിക്കും എന്ന് പറഞ്ഞു. ഈ ഒരു വാശിയും ഉത്സാഹവും ഒക്കെ മറ്റു മക്കളുടെ കാര്യത്തിലും കാണിക്കണം എന്ന് സരസ്വതി അമ്മ ശീതളിന്റെ കേൾക്കെ ഈ സുമിത്രയോട് പറയാം. അതെന്തായാലും നീ കാണിക്കുന്നില്ല, അതുകൊണ്ട് പറഞ്ഞതാ. അനന്യയും അനിരുദ്ധും ഒന്നിച്ചു ജീവിക്കണം. ശീതളും സച്ചിനും ഒന്നിച്ചു ജീവിക്കാനും പാടില്ല. അപ്പോഴത്തേക്ക് ശീതൾ കരച്ചിൽ തുടങ്ങി. നിന്റെ മോള് തന്നെയല്ലേ ഇവളും, അല്ലേ? കഷ്ടം എന്നൊക്കെ പറഞ്ഞ് നല്ല അമ്മ തന്നെയാ നീ എന്നൊക്കെ സരസ്വതി അമ്മ. അപ്പൊ ഈ ശീതളിൽ നിന്ന് കരഞ്ഞപ്പോ എന്തിനാടി നീ കരയുന്നത്? വാതുറന്നു പറയ, നീ എന്തിനാ പേടിക്കുന്നേ? നിനക്കെന്താ അത്ര പേടിയാണോ ഇവളെ എന്നും ചോദിച്ചുകൊണ്ട് സരസ്വതി അമ്മ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അതും പറഞ്ഞ് സരസ്വതി അമ്മ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര നേരെ ശീതളിന്റെ അടുത്തേക്ക് ചെന്ന് മോളെ സമാധാനിപ്പിക്കുക. മോളെ ശീതൾ എന്നും പറഞ്ഞ് വിളിച്ച്, അമ്മയ്ക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണെന്ന് പറഞ്ഞപ്പോഴേക്ക് ശീതൾ കൈയെടുത്ത് തട്ടിത്തെറിപ്പിച്ചിട്ട് അങ്ങ് പോയി. ഈ അച്ഛമ്മയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അനിരുദ്ധ് അവിടെ നിൽക്കുക. അപ്പൊ നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടു കൂടി കഴിയാൻ വേണ്ടി അമ്മ ഈ പറയുന്നത് എന്നൊക്കെ സുമിത്ര ഇങ്ങനെ പറഞ്ഞപ്പോ അനന്യയെ കാണാൻ പോകുന്നതിനെ പറ്റി സുമിത്രയുമായിട്ട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് അനിരുദ്ധ അകത്തേക്ക് കയറിപ്പോയി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് സിദ്ധുവിനെ. അപ്പൊ സുമിത്ര മേഡത്തിന്റെ തീരുമാനം അനുസരിച്ച് സാർ ഇപ്പോൾ ഇവിടെ നിന്ന് പോണോ എന്ന് കൂടെയുള്ള ആള് ചോദിച്ചു. US പോയാൽ സാറിന്റെ ആഗ്രഹങ്ങളൊക്കെ എങ്ങനെ നടക്കും സാർ? എല്ലാം അനിരുദ്ധിനെ ഏൽപ്പിച്ചിട്ട് പോകാനാണോ സാറിന്റെ പ്ലാൻ എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം ചോദിച്ചേ. എല്ലാം അവന് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുമോ സാർ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ സിദ്ധു പതുക്കെ എഴുന്നേറ്റ് പലതും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങണം, പല വഴികളിലൂടെയും നമുക്ക് സഞ്ചരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ ശ്രീനിലയം കൈകളിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ള കാര്യം അനിരുദ്ധിനെ ഏൽപ്പിക്കുന്നതിനെ പറ്റിയുമൊക്കെ ഇദ്ദേഹത്തിനോട് പറയുക സിദ്ധു. എന്തായാലും ആ ദൗത്യം ഞാൻ അനിരുദ്ധിനെ ഏൽപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അവനെ ഏൽപ്പിച്ചാൽ പരമശിവവും ആൾക്കാരും അവനെതിരെ തിരിയുമെന്നുള്ളതല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അവന്റെ ജീവൻ അപകടത്തിലാകുമെന്നുള്ളത് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞപ്പം ശരിയാ, 2 തവണ സാറിനെ പരമശിവം അവന്റെ ആൾക്കാരും ആക്രമിച്ചില്ലേ? സാറിന് ചെറുത്ത് നിൽക്കാൻ പറ്റിയതുപോലെ അനിരുദ്ധിന് ചെറുത്ത് നിൽക്കാൻ പറ്റിയെന്ന് വരില്ല എന്ന് പറഞ്ഞപ്പോ പരമശിവത്തിന് ഭയങ്കരമായിട്ടുള്ള ആ ഒരു സാമ്പത്തികവും അതുപോലെ ഒരുപാട് പിടിപാടുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അവന്റെ മുന്നിൽ ചെറുത്ത് നിൽക്കാൻ കുറച്ച് പ്രയാസമാണെന്ന് പറഞ്ഞു സിദ്ധു. ഇനിയിപ്പോ നമ്മൾ എന്താ സാർ ചെയ്യേണ്ടത് എന്ന് നേരം ചോദിച്ചു കൂടെയുള്ള ആള്.
അത് കേട്ടപ്പോൾ എന്ത് വേണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് സിദ്ധു അയാളോട് പറയാം. ഒരു കാര്യം എന്തായാലും ഉറപ്പാ, ഞാൻ എവിടെയായിരുന്നാലും ശ്രീനിലയം എൻ്റെ കൈകളിൽ എത്തും വരെ എനിക്ക് വിശ്രമം ഉണ്ടാകില്ല, പൊരുതിക്കൊണ്ടേ ഇരിക്കും എന്നുള്ള കാര്യം സിദ്ധു ഇങ്ങനെ അവിടെ നിന്ന് പറയുന്നു. പരമശിവത്തിനെ വെറുതെ വിടില്ലെന്നും. അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും എല്ലാം അവിടെ സംഭവിക്കുന്നു. പിന്നെ കാണിക്കുന്നത് അനന്യ വിഷമിച്ച് അവിടെ ഇരിക്കുമ്പോൾ പ്രേമ അരികിൽ ചെന്നിരുന്ന അനു, നീ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കും. അനിരുദ്ധിനെ കുറിച്ചും സ്വരയെക്കുറിച്ചുള്ള ചിന്തകള് അങ്ങനെ അലട്ടുന്നത് വെറുതെ മോളെ. അമ്മ പറയുന്നത് കേൾക്ക്, അവരെ കൊണ്ട് നീ ചിന്തിക്കണ്ട. ദേ, നീ എത്രയും പെട്ടെന്ന് തിരിച്ചു പോകുന്നതാ നല്ലത്. ഇവിടെ ഇരുന്നാൽ ഏതു നേരവും നീ അവരെ കുറിച്ച് ചിന്തിക്കും. നിന്റെ പ്രൊഫഷനിൽ നീ എൻഗേജ്ഡ് ആകുമ്പോൾ അവരെ കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള സമയം നിനക്കുണ്ടാവില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ പോലും അറിയാതെ പതിയെ പതിയെ മറന്നോളും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പൊ തന്നെ നിന്റെ ലീവ് കഴിയാറായില്ലേ? ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ ചിലപ്പോ അവിടുത്തെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോയെന്നും വരുമെന്നുള്ള കാര്യങ്ങൾ പറയും. എന്തിനാ നീയായിട്ട് അതിനൊക്കെ ഒരു ഇടയുണ്ടാക്കുന്നതെന്നൊക്കെ അമ്മ ചോദിക്കാം മോളോട്. അതുകൊണ്ട് മോള് തിരികെ പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കോളാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കും തിരികെ പോണെന്ന് തന്നെ അമ്മേ എന്ന് അനന്യ പറയുക. പക്ഷേ സ്വരമോളെ കുറിച്ച് ഓർക്കുമ്പോ അതൊന്നും മോള് ചിന്തിക്കേണ്ട, അത് വേണ്ട. ഇനി സ്വരമോളും അനിരുദ്ധും ഒന്നും വേണ്ട കേട്ടോ. സ്വരമോള് നീ പ്രസവിച്ച കുഞ്ഞൊന്നും അല്ലല്ലോ. പിന്നെന്തിനാ അനാവശ്യ സെന്റിമെന്റ്സുകളുമായിട്ട് നീ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? അവള് നമ്മുടെ കുടുംബത്തിലെ അംഗം പോലും അല്ല. പിന്നെ എന്തിനാ നീ അവളെ കുറിച്ച് ചിന്തിക്കുന്നത്? ആ കൊച്ചു അനിരുദ്ധിന്റെ കുടുംബത്തിലല്ലേ, പിന്നെ എന്തിനാ ചിന്തിക്കുന്നത്? അമ്മ, ഞാൻ അവളെ എന്റെ സ്വന്തം മോളെ പോലെയല്ലേ വളർത്തിയത്. അമ്മമാര് വിദേശത്ത് ജോലിക്ക് പോകുന്നില്ലേ? പിന്നെയാണോ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞ് നീ ഇരിക്കുന്നത്? നിനക്ക് എന്താ? ഇനി നിനക്ക് ഒരിക്കലും സ്വരയെ തിരികെ കിട്ടാനായിട്ട് പോകുന്നില്ലെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിൽ വിഷം വെച്ച് കുത്തി കൊടുത്തോണ്ടിരിക്കാം. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത വിഷമങ്ങളൊക്കെ നീ മനസ്സിൽ കയറ്റി വെച്ച് കൊടുക്കുന്നു ചോദിച്ചു. അപ്പോൾ അമ്മേ, എനിക്ക് കുറച്ചുകൂടി സമയം വേണം. എൻ്റെ ജീവിതം ഇതാണ് ഇന്നതാണെന്നുള്ളത് എനിക്ക് എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചെടുക്കണം. അതിനെനിക്ക് കുറച്ച് സമയം കിട്ടിയേ പറ്റൂ എന്നുള്ള കാര്യം അനന്യ ഈ അമ്മയോട് പറഞ്ഞു. എന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കാം. എന്നിട്ട് ഇവരെ പറ്റിയൊക്കെ ഓർത്ത് ഓർക്കുക. അപ്പോൾ അന്ന് സ്വര പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് അങ്ങനെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ അനന്യ കുഞ്ഞിനെ കുറിച്ച് മാത്രം ആലോചിച്ച് അവിടെ ഇരിക്കുന്നു. പിന്നെ കാണിക്കുന്ന സിദ്ധു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ശീതൾ വന്നു കഴിഞ്ഞപ്പോൾ മോളെന്താ ഇങ്ങോട്ട് വന്നത്? എന്താ മോളെ, മോൾക്ക് അച്ഛനോട് എന്തോ പറയാനുണ്ടല്ലോ, എന്താന്നൊക്കെ ചോദിക്കാം. ശീതൾ അന്നേരം പറയാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അമ്മയും അച്ഛമ്മയും ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി കാത്തു നിൽക്കായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പൊ എന്താ എൻ്റെ മോൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പം അച്ഛനമ്മമാരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം മതി മകളുടെ പേടിയൊക്കെ മാറാനെന്ന് അന്നേരം മകൾ അച്ഛനോട് പറഞ്ഞു. അപ്പൊ എൻ്റെ മോൾ എന്തിനാ പേടിക്കുന്നതെന്ന് ചോദിച്ചപ്പം അച്ഛാ, എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഓർത്തിട്ടാണ് പേടിയെന്ന് ശീതൾ പറയുക. എത്ര കാലം ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കുമെന്ന് ശീതൾ ചോദിച്ചു. അമ്മ പറഞ്ഞത് ശരിയാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് പക്ഷേ ഒന്നും നടക്കുന്നില്ലെന്നൊക്കെ പറയുന്നു. അതൊക്കെ കേട്ടത് സിദ്ധു ഇങ്ങനെ ചിന്തിക്കാം. അമ്മ ഇതുവരെ സച്ചിനുമായി സംസാരിച്ചിട്ടില്ല, ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട് അച്ഛാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴും സിദ്ധു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ചിലപ്പോൾ തോന്നും സച്ചിനൊപ്പം അവിടെ താമസിച്ചാൽ മതിയായിരുന്നു എന്ന്. പക്ഷേ ചിലപ്പോൾ തോന്നും അമ്മ പറയുന്നത് ശരിയെന്ന്. എന്താ തീരുമാനം എടുക്കേണ്ടതെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനെന്തോ അസുഖമുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് മോളെ എന്ന് പറഞ്ഞു. അവന്റെ കൂടെ ജീവിക്കുന്നത് നിന്റെ ജീവൻ ആപത്താണെന്നുള്ള കാര്യങ്ങൾ സിദ്ധു പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും ഇല്ല അച്ഛാന്ന് ശീതള്. ഒരു പ്രത്യേക സ്വഭാവമാണ്, ചില നേരങ്ങളിൽ മാത്രമാണ് ആ സ്വഭാവം വരുന്നത്. അവൻ നിന്നോട് ചെയ്തതൊക്കെ നീ മറന്നോ മോളെ? അവന്റെ മാനസികവും ശാരീരികവുമായ പീഡനം നീ അനുഭവിച്ചതല്ലേ എന്ന് ചോദിച്ചു. എന്തിനാ നീ ഇങ്ങനെ? എത്ര കാലം നീ സഹിച്ചു മോളെ? എന്നിട്ടും നീ അപ്പോൾ അതൊക്കെ എനിക്ക് ശീലമായിച്ചാന്ന് ശീതൾ പറഞ്ഞപ്പം മോളെ നീ അങ്ങനെയൊന്നും പറയരുത്. ആണിന് അടിമയല്ല ഒരിക്കലും പെണ്ണ് എന്നും പിന്നെ ശീലമായി പോയെന്നും പറഞ്ഞ് തള്ളിക്കളയേണ്ടതല്ല അവൻ ചെയ്ത തെറ്റുകളൊന്നും. അത് നീ മനസ്സിലാക്കണം. പങ്കാളിയിൽ നിന്നുണ്ടാകുന്ന പീഡനം സഹിച്ച് ജീവിക്കേണ്ട ആവശ്യം എന്താണെന്ന് സിദ്ധു ചോദിക്കുക. അവന് നീ ഡിവോഴ്സ് ചെയ്യണമെന്ന് ഞാൻ പറയുമെന്ന് അച്ഛൻ മകളോട് പറഞ്ഞപ്പോഴേക്കും മകൾ ഞെട്ടി ഇങ്ങനെ കണ്ണും വീഴ്ച നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.